ബോധന ഗ്രന്ഥമാണ് നമുക്കുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം. അതിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരുപാട് പേർക്ക് വെളിപാടുകൾ കിട്ടിയിട്ടുണ്ടാകാം. അതിൻ്റെ വ്യാഖ്യാനം അതിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ വായിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. വെളിപാട് ദർശനം ഇപ്പോൾ ഇതാണ് നമ്മളുടെ നവീകരണ പ്രസ്ഥാനത്തിലും ഉള്ള ദർശനങ്ങളും വെളിപാടുകളും മാനുഷിക ജ്ഞാനം കൊണ്ട് വ്യാഖ്യാനിക്കരുത്. ഇപ്പോൾ ഒരാൾക്കൊരു ദർശനം കിട്ടി, 2 ബോട്ട് കണ്ട്, നടന്ന സംഭവമാണ്. അപ്പോൾ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ 2 ബോട്ട് മേടിച്ചോ. കർത്താവ് പറയണതാണ്, നിങ്ങൾക്ക് ആ ബിസിനസ് നടത്താനാണ്. ഇയാൾ 2 ബോട്ട് മേടിച്ചു. 2 വർഷമായിട്ട് ഈ ബോട്ട് ഓടണില്ല. അപ്പോഴാണ് ഞാൻ ആ പ്രദേശത്ത് ചെന്നത്. ഇയാൾ എന്നോട് ചോദിച്ചു, സാറേ എൻ്റെ ബോട്ട് ഓടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഈ ദർശനപരങ്ങൾ ദൈവത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ, മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഉള്ളതാണ്. അതെന്താ പറയുന്നത്, സാറിനെ പോലുള്ള ഒരാൾ പറഞ്ഞതനുസരിച്ച് ദർശനത്തിൽ കണ്ടതനുസരിച്ചിട്ടാണ് ഞാൻ ബോട്ട് മേടിച്ചത്. അപ്പം എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങേര് കണ്ടു എന്നാ പറഞ്ഞത് ദർശനത്തിൽ. ഞാൻ പറഞ്ഞു, കണ്ടത് ശരിയായിരിക്കാം, പക്ഷെ എന്താ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ? ദർശനം ഒന്ന്, ഇൻ്റർപ്രിറ്റേഷൻ വേറൊന്ന്. ഈ ഇൻ്റർപ്രിറ്റേഷൻ നമ്മുടെ മാനുഷികമായ ഇൻ്റലക്ച്വൽ ജ്ഞാനത്തിലൂടെ അല്ല, മറിച്ച് വെളിപാട് എന്ന് പറയും. വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒന്ന്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, കർത്താവേ അന്നിങ്ങനെ 2 ബോട്ട് കാണിച്ചു കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്? ഉടനെ ഇൻ്റർപ്രിറ്റേഷൻ വന്നു. അർത്ഥം ഇതാണ്, നീ 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത് എന്നതാണ്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. അങ്ങനെ അപ്പോഴാണ് ഇയാൾ, അത് ശരിയാണ് സാറേ, അങ്ങനെ അയാളുടെ ആത്മീയ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ തീ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ഐസ് കണ്ടു എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഏറ്റവും ആഴമായ അവസ്ഥയാണിതെല്ലാം. ദൈവം ഒരാളെ ശുദ്ധീകരണ സ്ഥലത്തിലിട്ട് പൊരിക്കണ ഒരാളാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസി, അയാൾ വിശ്വാസിയല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇവിടെയാണ് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത്. നമ്മൾ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിലെല്ലാം വെളിപ്പെടുത്തരും. അതുകൊണ്ടാണ് ഈ മഹാജൂബിലി, കരുണയുടെ മഹാജൂബിലി. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു തത്വം പലരുടെയും ഉള്ളിലുണ്ടെങ്കിൽ അവൻ ചിന്തിക്കുന്നത് മുഴുവനും ആ ഒരു ലൈൻ ഓഫ് തോട്ടിലൂടെ ആയിരിക്കും. എന്നാൽ പുതിയ നിയമം മുഴുവനും ഈശോ പറഞ്ഞു വരുന്നത് ഞാൻ രക്ഷിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലം എന്നത് ഒരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവർ മാത്രമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇവിടെ പോകുന്നത്. പക്ഷെ ഇതും ഒരുപാട് പേര് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ ആത്മാവൊക്കെ നശിച്ചു പോകുന്നുള്ള രീതിയിൽ തന്നെ പ്രാർത്ഥിക്കും. അപ്പോൾ വിശ്വാസത്തിൽ, അതുകൊണ്ടാണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് യഥാർത്ഥമായിട്ട് നമ്മളിൽ വളരേണ്ട വിശ്വാസം. യേശുക്രിസ്തു ജനിച്ചു, വിശ്വാസത്തിന് വല്ല സംശയമുണ്ടോ? യേശുക്രിസ്തു മരിച്ചു ഉയർത്തു എന്നുള്ളൊരു സംശയമുണ്ടോ? ഇല്ല. കാരണം അത് കണ്ട ആളുകളുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. നമ്മളെ സംബന്ധിച്ച് അല്പം പോലും കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് പ്രശ്നമില്ല. പക്ഷേ പലർക്കും പ്രശ്നം വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. ഏതുപോലെ ഈ ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യജീവനിലുള്ള ഈ സംഭവങ്ങൾ. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ സഭാ പ്രബോധനങ്ങളെ ആശ്രയിക്കണം. സഭയുടെ പ്രബോധനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. നിങ്ങളിത് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും ശരിക്കും. അതിനെ വിശുദ്ധന്മാരിൽ നിന്നും സഭാപിതാക്കന്മാരുടെ കാലം മുതലുള്ള വെളിപാടുകൾ അനുസരിച്ചിട്ടാണ് ഇത്. ഒരുപാട് പ്രൈവറ്റ് റെവലേഷൻസ് ഉണ്ടാകാം, അതിനെ സഭ പരിഗണിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തെങ്കിലും? 3 മണിയായി, നമുക്ക് നിർത്താം. അപ്പോൾ പെട്ടെന്നൊരാശയം നമ്മൾക്ക് പറയാം. അതായത് നമ്മുടെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ, അതായത് ഈ വിളി, ഈ അധ്യാപന വിളിയിൽ നമ്മളെ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ആ ദൈവം
ഈ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുർബാനയിൽ ആ മേഖലയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ വിശ്വാസത്തിൽ ഒരു ഉപ്പായിട്ട്, ഒരു പുളിപ്പായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാന ഫലങ്ങളും എന്നിൽ നിറച്ച് അതിൻ്റെ രണ്ട് ഭാഗം, ഒന്ന് നമ്മളിലുള്ള ഫരിസേയ മനോഭാവം മാറുക എന്നതാണ്. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് വെള്ളം വീഞ്ഞായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ മാനുഷികവും ഫരിസേയരെ ആയ ആ സ്വഭാവത്തെ ദൈവം തന്നെ ഒരു സത്ത രൂപാന്തരീകരണത്തിലൂടെ മാറ്റിയാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് കൗദാശികമായിട്ടത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ കുർബാനയും കൂദാശകളുമെല്ലാം. അപ്പോൾ നമ്മൾ അതേസമയത്ത് മനസ്സിലാക്കണം, ഞാൻ ഒരു ഫരിസേയനല്ല. നമ്മൾ കർത്താവ് ഈശോ മിശിഹായാണ്, അനദർ ക്രൈസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ആരെയും വിമർശന രീതിയിലോ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലോ അല്ല, കരുണയുടെയും സ്നേഹത്തിൻ്റെയും ശക്തിയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടും. അപ്പോൾ പുതിയ നിയമത്തിൽ കൽപ്പനകളെക്കാൾ ഉപരി പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൽപ്പനകളെല്ലാം പാലിക്കപ്പെടും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് കൽപ്പനകളെ ഇല്ലാതാക്കാനല്ല, അതിനെ പൂർത്തിയാക്കാൻ. ഇനി മറ്റൊന്ന്, ഈ കടലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഇതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു ഫോർമാറ്റാണ്. ഇത് കിട്ടാത്തവരുണ്ടോ? ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ സംബഡി ക്യാൻ പ്ലീസ് ഡിസ്ട്രിബ്യൂട്ട് ദിസ്. ഇവിടെ ഉണ്ട്, പോകുന്ന സമയത്ത് ഇവിടുന്ന് എടുത്തോളൂ. ഇത് വർഷങ്ങളായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സംവിധാനമാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ഇത് 1 മണിക്കൂർ പ്രാർത്ഥിക്കാം. ഇത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചെന്ന് നമ്മൾ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. നമുക്കുണ്ടാകാവുന്ന വലിയൊരു പ്രശ്നം, നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ പറയും യുവർ ഹാർഡ് ഡിസ്ക് ഈസ് ഫുൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്യും. എന്ന മാതിരി നമ്മുടെ ഈ മെമ്മറിയിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഡാറ്റാസ് ഉണ്ട്. അതിനെ ഡിലീറ്റ് ചെയ്യുന്നതിനാണ് ഈ പ്രാർത്ഥന പ്രധാനമായിട്ടും, അഥവാ വിശുദ്ധീകരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ നോട്ടൊന്നും എഴുതിയില്ല 3 ദിവസത്തേക്ക്. ഐ ഹാവ് നോട്ട് പ്രിപ്പയർഡ് എനിത്തിങ് ഇൻ എ പേപ്പർ. ഞാനെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വചനങ്ങൾ കൃത്യ നമ്പർ സഹിതം ഓർമ്മിച്ച് ഇത് പറഞ്ഞു. ഇത് എൻ്റെ ഈ മെമ്മറിയിൽ സ്പേസ് വിശുദ്ധീകരണത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥനയായിരിക്കും. സോ യു ട്രൈ ടു ഡു ഇറ്റ്. നമുക്ക് ഇനി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ചിട്ട്, കർത്താവേ, ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ സമാപ്തിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങൾക്കറിയില്ല കർത്താവേ, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത വലിയ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് ഞങ്ങളിൽ പൂവണിയുന്നതിനും, ടു ബ്ലോസം ഇൻ അസ്, ഇത് ഞങ്ങളിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിനും, അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നതിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ ജീവിത പങ്കാളിയിലും, അങ്ങനെ ഞങ്ങൾ ആ ജീവിതത്തിൽ ഇത് അനുഭവമാകുന്നതിനും, അതോടൊപ്പം സഭയിൽ, അതോടൊപ്പം ഞങ്ങളുടെ പാരിഷിൽ, അതോടൊപ്പം ഞങ്ങളുടെ വിദ്യാലയം. ഈ വിദ്യാലയം ഒരു ജ്ഞാനത്തിൻ്റെ ആലയമാണ്. ഇവിടെ ദൈവിക ജ്ഞാനവും മാനുഷിക ജ്ഞാനത്തിൻ്റെയും സമ്മേളനത്തിലൂടെ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ച് വാർത്തെടുക്കുന്നതിനും, അങ്ങനെ യെശയ്യാ 11:9 പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് സമുദ്രം ജലം കൊണ്ടെന്ന പോലെ പ്രപഞ്ചം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നിറയും. അത് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ വിദ്യാലയങ്ങളിലൂടെ, ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്തീയ വിദ്യാലയങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലൂടെ, വിശ്വാസത്തിലൂടെ അവരിൽ പടരും. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈ ആശയത്തോടെ
പ്രാർത്ഥിക്കുന്നു, കുർബാന അർപ്പിക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു അഭിഷേക പ്രാർത്ഥന നടത്തി നിങ്ങളെല്ലാവരുടെയും തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ശക്തമായി ഒഴുകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.